ഹായ്, നമ്മൾ ഈ വർഷത്തെ ആദ്യ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഈ വർഷം ഒട്ടനവധി മാവുകൾ പുഷ്പിക്കുകയും അതുപോലെ തന്നെ മാങ്ങ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വർഷം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥ, തണുപ്പ് ലഭിച്ചുകൊണ്ട് എല്ലാ മാവുകളും എല്ലാ ഇടങ്ങളിലും നന്നായിട്ട് ഫ്ലവർ ചെയ്തു എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും നന്നായിട്ട് മാങ്ങയും കാഴ്ചിട്ടുണ്ട്. അതുപോലെ എയർപോർട്ട് ഗാർഡനിൽ നമ്മുടെ ഒട്ടനവധി വിദേശ ഇനം മാവുകൾ പുതിയതായിട്ട് നമുക്ക് കാഴ്ചിട്ടുണ്ട്. അത്തരം മാവുകളെയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മേന്മകളും ഒക്കെ നമ്മൾ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു വിദേശ ഇനം മാവാണ്. ഇതിന് 3 ടേസ്റ്റ് എന്നുള്ളൊരു പേരുണ്ട്. കാരണം ഇതിന് 3 ടേസ്റ്റുകളാണ് ഈ മാങ്ങക്ക്. അഥവാ പച്ചയിൽ ഒരു ടേസ്റ്റ്, മൂത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്, പഴുത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റ്. സാധാരണ എല്ലാ മാങ്ങക്കും അങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫ്ലേവർ ഈ 3 സമയത്തും ഇതിന് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആ പേര് ലഭിച്ചത് 3 ടേസ്റ്റ് മാംഗോ. ജെയിൻ്റ് ഐവറി മാംഗോ, ഗ്രീൻ ഐവറി എന്നുള്ള പേരിലൊക്കെ മാങ്ങ അറിയപ്പെടുന്നുണ്ട്. പല പേരുകളിലും അറിയപ്പെടുന്നൊരു മാവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അണ്ടി വളരെ കനംകുറവാണ്. നമുക്കറിയാം തായ്ലൻഡ് മാവുകളിലൊക്കെ അണ്ടി വളരെ കനംകുറവാണ്. പിന്നെ ഇത് വലിയ മാങ്ങയാണ്. ഏകദേശം 1 കിലോക്ക് മുകളിൽ ഭാരം വരുന്ന മാങ്ങയാണ്. നമുക്കിവിടെ ഒട്ടനവധി മാങ്ങ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് വളരെ സ്യൂട്ടബിളാണ്. അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നന്നായിട്ട് കായ പിടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമുക്ക് ഇവിടെ ഈ മാവിൽ തന്നെ 10-50ഓളം മാങ്ങകൾ എല്ലാ ഭാഗത്തുമായിട്ട് പിടിച്ച് കിടക്കുന്നുണ്ട്. കാരണം ഇത് കൊലകൊലായിട്ടുണ്ടാവില്ല, നെറ്റിയിൽ 1-2 ഒക്കെ ഉണ്ടാവും. കാരണം ഭാരം കൂടിയ മാങ്ങ ആയതുകൊണ്ട് ആ സ്വഭാവം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഈ പോലുള്ള ഒട്ടനവധി മാവുകൾ കായ്ച്ചത് ചട്ടിയിലും ഡ്രമ്മിലും ഇടുന്നുണ്ട്. നമുക്കത് സെയിലിനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാങ്ങയിലെ സുന്ദരിയും മാവിലെ സുന്ദരിയും ആരാണെന്ന് ചോദിച്ചാൽ വേറെ ഒരു ഓപ്ഷനില്ല. കാണാൻ ഭംഗി, തിന്നാൻ ടേസ്റ്റ്, വീട്ടുമുറ്റത്ത് വെക്കാൻ ഐശ്വര്യമുള്ളൊരു മാവ് അത് നാംഡോക്ക് മൈ തന്നെയാണ്. അതിലൊരു സംശയം, അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ തായ്ലൻഡിൽ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ രീതിയിൽ മാവ് കായ്ച്ചു നിൽക്കുന്നതും അതുപോലെ തന്നെ മാർക്കറ്റിൽ മാങ്ങ സെയിൽ ചെയ്യുന്നതും നാംഡോക്ക് മൈയാണ്. നാംഡോക്ക് മൈ തന്നെ ഒട്ടനവധി വേരിയൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാംഡോക്ക് മൈ മണ്ണ്, അതുപോലെ തന്നെ നാംഡോക്ക് മൈ സീത്തോങ്. ഇത് നാംഡോക്ക് മൈ ഗോൾഡാണ്, അഥവാ സീത്തോങ് എന്നുള്ള വെറൈറ്റിയാണ്. ഇതൊരു ഗോൾഡ് കളറിലേക്ക് വരും. പിന്നെ ഇത് മോണോ ആണ്. മറ്റേത് പോളി അംബ്രോണിക്കാണ്, മറ്റേത് മോണോ അംബ്രോണിക്കാണ്. ഇത് അണ്ടി മുളച്ച് കഴിഞ്ഞാൽ മാതൃ സ്വഭാവം ലഭിക്കാത്ത ഒരു ഇനമാണ്. ഇത് നാംഡോക്ക് മൈ ഗ്രീനാണ്. ഇതിൽ തന്നെ നന്നായിട്ട് മാങ്ങ കഴിക്കും. ഈ ഗ്രീനിൽ തന്നെ മാങ്ങയുടെ ടേസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു പോളിയാണ്. അണ്ടി കുഴിച്ചിട്ടാൽ അതേ ഗുണം ലഭിക്കുന്ന ഒരു നാംഡോക്ക് മൈ ആണ്. ഞാൻ ഇതിൽ പോളിയും മോണോ ഉണ്ട്. മോണോ വരുന്നത് സീത്തോങ് എന്ന വെറൈറ്റിയാണ്, ഗോൾഡ്. അതിന് മാതൃസ്വഭാവം ലഭിക്കില്ല, ഇതിന് മാതൃസ്വഭാവം ലഭിക്കും. മാതൃസ്വഭാവം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മാങ്ങയുടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, മണ്ണ്, കാലാവസ്ഥ ഇതൊക്കെ അനുസരിച്ച് നാംഡോക്ക് മൈയുടെ മാങ്ങയ്ക്കുള്ള ഫ്ലേവറിലും അതിൻ്റെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് നാംഡോക്ക് മൈ ആണ്. നാംഡോക്ക് മൈ ഒട്ടനവധി ഇവിടെ കായ്ച്ചിരുന്ന്. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ പറയണത് ഇത് മാങ്ങ ആയിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 സ്റ്റെപ്പിലായിട്ടാണ് നാംഡോക്ക് മൈ കായ്ക്കുന്നത്. ഒരു ടൈമിൽ ഫ്ലവർ ആയിരിക്കും, ഒരു ടൈമിൽ മാങ്ങ ആയിരിക്കും. ഇനി ഈ ഫ്ലവർ കഴിഞ്ഞാൽ വീണ്ടും അത് ഫ്ലവർ ചെയ്യും. അങ്ങനെ ഒരു സീസണിൽ തന്നെ 3 ടൈമിലാണ് നാംഡോക്ക് മൈൻ്റെ ചില ഇനങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നത്. അത് നല്ല ഫ്രൂട്ട് നമുക്ക് കിട്ടുന്ന സാധനം. 3 ടൈമിൽ മാങ്ങ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഗുണം. ഒരു കണക്കിന് പറയാ ഓൾ സീസൺ തന്നെ പറയാം. അതെ, ഇപ്പം നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാവ് സെലക്ട് വെക്കണം എന്നുണ്ടെങ്കിൽ, വിദേശ മാവ് വെക്കണം എന്നുണ്ടെങ്കിൽ യാതൊരു ഓപ്ഷനും ഇല്ല. 1ാം സ്ഥാനത്ത് കൊടുക്കേണ്ടത് നാംഡോക്ക് മൈ തന്നെയാണ് വിദേശ മാവിൽ. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം മാവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. വലിയ പടുമരമായിട്ട് വളർന്ന് പന്തലിച്ച് പോവില്ല, ഒതുങ്ങി നിൽക്കും. അത്യാവശ്യം മാങ്ങ ആയിരിക്കും. പിന്നെ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 25-ന് മുകളിലാണ്. നല്ല ബ്രിക്സാണ്. നമ്മൾ മധുരം നമുക്ക് ജ്യൂസ് അടിക്കണമെങ്കിലും പിന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ടേസ്റ്റാണ് അവർക്ക് ഈ നാംഡോക്ക് മൈ. നമ്മളത് ഒരു പരീക്ഷിച്ചതാണ്. മറ്റു മാങ്ങകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാംഡോക്ക് മൈ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെ തായ്ലൻഡിലും നമ്മൾ ചെന്നപ്പോൾ വിദേശികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ഇനമാണ് നാംഡോക്ക് മൈ. ഇത് നമ്മുടെ ആന്ധ്രയുടെ ഒരു മല്ലികയാണ്. സാധാരണ മല്ലിക നമ്മളിവിടെ കായ്ക്കാനായിട്ട് വളരെ പ്രയാസമാണ്. എല്ലായിടത്തും ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാത്തൊരു മാവാണ് മല്ലിക. കാരണം 20-25 വർഷമായിട്ട് മല്ലിക കായ്ക്കാത്ത അനുഭവം നമുക്കറിയാം.
പക്ഷേ ഇത് നമ്മളൊരു ഗ്രോ ബാഗിൽ ഇരിക്കുന്ന മല്ലികയാണ്. എയർപോർട്ട് ഗാർഡനിൽ കാഴ്ച ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഓഫർ റേറ്റ് ആയിട്ട് നമുക്കിത് കൊടുക്കാൻ കഴിയും. ഇത് നമ്മൾ ചട്ടിയിൽ ട്രെയിൻ ചെയ്തൊരു മാവാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം മാവിന് പ്രായമായിട്ടുണ്ടാകും. എല്ലാ വർഷവും നന്നായിട്ട് നമുക്ക് മാങ്ങ തരുന്നതാണ്. ഇത് നമ്മളാ പറഞ്ഞ മാതിരിയുള്ള 3 ടേസ്റ്റ് മാങ്ങയാണ്. പിന്നെ എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കും, നന്നായിട്ട് മാങ്ങ പിടിക്കുകയും ചെയ്യും. ഇത് ഒരു ഡ്രമ്മിലുള്ള മാവാണ്. ഇത് നമുക്ക് ഒരു മോഹവില കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ നിറയെ മാങ്ങ കഴിക്കും. ഇതാ റിസൾട്ടിനെ കുറിച്ച് പിന്നെ ആലോചിച്ച് യാതൊരു വെറീഡും ഇല്ല. ഗ്യാരണ്ടിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ അൽഫോൺസ, രത്നഗിരി അൽഫോൺസ ലോകത്തിലെ മാങ്ങയുടെ രാജാവായിരുന്നെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് അൽഫോൺസയാണ്. മാങ്ങ ഇത്രയും ടേസ്റ്റ്, രുചി, ഇത്രയും ഫ്ലേവർ ഉള്ള ഒരു മാങ്ങ വേറെ ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് 1ാം സ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ മാങ്ങയായ അൽഫോൺസയ്ക്ക് ലഭിച്ചത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ലോകത്തിൽ തന്നെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ തൈകൾ ഇനിയിപ്പോൾ ചെറുതൈകളും വേണമെങ്കിൽ അതിൻ്റെ തൈകൾ ഇവിടെ കായ്ച്ച തൈകൾ കുറച്ചിരിക്കുന്നുണ്ട്. അൽഫോൺസിൻ്റെ കുറച്ച് തൈകൾ ചെറുത് ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ. ഓക്കെ. ഇക്ക ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തത്. ലൊക്കേഷൻ നമ്മൾ കരിപ്പൂർ എയർപോർട്ട് ഗാർഡൻ്റെ തൊട്ടടുത്ത് ഈ കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് കണ്ടില്ലേ, ചെറിയ മാവിൽ തന്നെ നമ്മൾ ഡ്രമ്മിൽ വെച്ച മാവിൽ ഒട്ടനവധി മാങ്ങകൾ കായ്ച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഈ വർഷം നമുക്ക് ഒട്ടനവധി മാങ്ങകൾ ഇതിനകത്ത് നിന്ന് കൊഴിഞ്ഞു പോയി, എന്നിട്ടും ലഭ്യമായ കുറച്ച് മാങ്ങകളാണിത്. ഒട്ടനവധി മാവുകൾ ഈ പ്രാവശ്യം പുഷ്പിക്കുകയും കണ്ണിമാങ്ങ ഉണ്ടാവുകയും കുറേ കൊഴിഞ്ഞു പോയെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ലഭ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ ആ ഒരു മാറ്റം കൊണ്ട് ആണ് ഈ മാങ്ങകൾ ശരിക്ക് പിടിക്കാത്തത്. വിദേശ ഇനങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളൊരു മാങ്ങയാണ്. തായ്ലൻഡിൽ, വിയറ്റ്നാമിൽ, കംബോഡിയയിലൊക്കെ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിളാണ്. നന്നായിട്ട് കായ പിടിക്കും, നന്നായിട്ട് കായ്ക്കും ചെയ്യും. ഇതാണ് കിങ് ഓഫ് ചക്കപ്പത്ത്, അഥവാ നല്ല സൈസും വരും. BN7 നല്ല കളറാണ്. BN7 റെഡ് എംപയർ എന്നുള്ള കുറേ പേരിലൊക്കെ ഈ മാവ് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ സൂപ്പർ മാവാണ്. ഇതാണ് മഹാചാനുക്ക് അഥവാ ബനാന മാംഗോ എന്നറിയപ്പെടുന്ന ബംഗാളികൾ പറയുന്നത്. ഇത് തായ്ലൻഡിലൊക്കെ മഹാചാനുക്ക് എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. നല്ല മാങ്ങയാണ്. അണ്ടി ബ്ലേഡ് പോലെ വളരെ കനം കുറവാണ്. ടേസ്റ്റാണ്, രുചികരമാണ്. നമുക്കൊക്കെ മുറ്റത്ത് വെക്കാൻ പറ്റിയ അനുയോജ്യമായ മാവാണ്. നല്ല പോലെ കൊലകുത്തി കായ്ക്കും. ഇതിൻ്റെ പ്രത്യേകത അതാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. മഹാചാനുക്ക് നല്ല മാങ്ങയാണ്, ഫ്ലേവർ ഗംഭീരം. ഈ മാവിനെ പറ്റി പറയുമ്പോഴേ, ഇത് പണ്ട് എൻ്റെ മദറിൻ്റെ വീട്ടിനകത്ത് ഇതുപോലൊരു മാവുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കമ്പൽ വന്ന് ഒരു കസാല പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ മാവ് വെട്ടിയപ്പോൾ അങ്ങനെ ഒരു മാവ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഞാനൊരു 5-6 വർഷം മുമ്പ് ചെയ്ത ഒരു വർക്കാണിത്. മാവിനെ കട്ട് ചെയ്ത് ഇങ്ങനെ വളച്ചു കൊടുന്ന് ഇതുപോലെ ഇരിക്കാൻ പറ്റിയ രീതിയിൽ ഇതിനെ മാറ്റിയെടുത്ത് ഇത് നമ്മൾ വീട്ടിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എയർപോർട്ട് ഗാർഡനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏതാണ് വെറൈറ്റി വരുന്നത്? ഇത് നമുക്ക് ബംഗാളിൽ നിന്ന് വന്നതാണ്. ഇത് വെറൈറ്റി ID നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാങ്ങ കായ്ച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യമായിട്ട്. നമുക്കപ്പോൾ മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഇത് നമ്മൾ കണ്ടില്ല, നാംഡോക്കുമായി ഗോൾഡ്, അതിങ്ങനെ ഗോൾഡ് കളറിലേക്ക് മാറി വരും മൂത്ത് കഴിഞ്ഞാൽ. മറ്റേത് പച്ച കളർ തന്നെ ആയിരിക്കും. ഇതിനി പകുന്നതിന് മുമ്പായിട്ട് ഫുൾ ഗോൾഡ് കളറായിരുന്നു. ഇത് കണ്ടില്ലേ, മല്ലിക നിറയെ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ചെയ്തെന്ന് പറയല്ലേ? അതെ, ഒരു 25 ഇഞ്ച് കവറിലാണ് ഈ ഇരിക്കുന്നത്, നിറയെ ഫ്ലവർ. അപ്പം മല്ലികേൻ്റെ ചെറുതൈകളും നമ്മുടെ കയ്യിലുണ്ട്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. വലുത് തന്നെ ഒട്ടനവധി ഫ്ലവർ ചെയ്ത തൈകൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് സൂപ്പർ ക്യൂൻ, അതായത് ഗോൾഡൻ ക്യൂൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാവാണ്. ഇതിന് ക്യൂജായ് മാംഗോ, അങ്ങനെ കുറേ പേരുകൾ ഇതുണ്ട്. പക്ഷേ നല്ല മാങ്ങയാണ്. ഒരു 1.5 കിലോ ഭാരം വരും. നമ്മുടെ അടുത്ത് മുമ്പും കായ്ച്ചിരുന്ന് ഇപ്പോഴും കായ്ക്കുന്നുണ്ട്. നന്നായിട്ട് കായ പിടിക്കും ചെയ്യും. ഇത് വന്ന് കിങ് ഓഫ് ചക്കപ്പത്ത് എന്ന് പറയുന്ന മാവാണ്. ഇത് കായ്ച്ചതുണ്ട്. ഇത് ഒരു 2-3 തൈകൾ നമ്മുടെ അടുത്ത് ഇതുപോലെ മാങ്ങയുള്ളതുണ്ട്. ഇത് ഗസാൽ എന്ന് പറയുന്നൊരു മാവാണ്. ഇത് വിദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു 4 വർഷത്തോളം അയക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് കായ്ച്ചതാണ്. വിദേശ വെറൈറ്റിയിൽ ഒരു അറിയപ്പെടുന്ന ഈജിപ്തിൻ്റെ ഒരു മാവാണ് ഗസാൽ. ഇതിൻ്റെ ഇപ്പോൾ തൈകൾ നമ്മളടുത്ത് കൊടുക്കാനില്ല. ഇല്ല, നമ്മളിത് ആദ്യമായിട്ട് കായ്ക്കാണ്. നമ്മൾ കൊടുക്കും. അതിൻ്റെയൊക്കെ നമ്മൾ അധിക പ്ലാന്റുകൾ നമ്മളടുത്ത് റിസൾട്ട് ആയതിനു ശേഷം നമ്മളത് കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന തൈകൾ കൊടുത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്ന പരിപാടിയില്ല. കായ്ച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഈ വർഷം വീട്ടിൽ ആണെങ്കിൽ 5-10 വിദേശ ഇനങ്ങൾ പുതിയത് കായ്ച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അടുത്ത വർഷമൊക്കെ ആയിട്ട് അതിൻ്റെ തൈകൾ ലഭ്യമാക്കും.